കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന അനധികൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഇവിടെ നിന്ന് നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുളത്തൂപ്പുഴ ഗവൺമെന്റ് UPSന് മുന്നിലെ അനധികൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. പോലീസും പഞ്ചായത്ത് അധികൃതരും നിശ്ചയിച്ചു നൽകിയിട്ടുള്ള സ്ഥലത്തുനിന്ന് മാറ്റി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പുതിയ ഇടം തേടിയത് കാൽനട യാത്രക്കാരെ പോലും വലയ്ക്കുകയാണ്. സ്കൂളിന് മുന്നിലെ ഈ സ്റ്റാൻഡ് ഓണമവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികൾക്കും തലവേദനയാകും. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. എന്നാൽ ഒരു വർഷം മുമ്പ് പോലീസും പഞ്ചായത്ത് അധികാരികളും നൽകിയ ഉറപ്പ് പാലിക്കാത്ത സാഹചര്യത്തിലാണ് റോഡ് പുറമ്പോക്കിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് സ്ഥാപിച്ചതെന്ന് ഡ്രൈവർമാർ പറയുന്നു. പഞ്ചായത്തുകാർ ആട്ടോക്കാരുടെ ദേഹത്ത് മാത്രം കയറാതെ അതും കൂടെ ചെയ്യാനുള്ള നിങ്ങൾക്ക് ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റാൻ ആരാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇവിടെ വേസ്റ്റ് കിടന്ന സമയത്ത് ആ വേസ്റ്റ് മാറ്റി സ്ലാബ് ഇട്ട് പഞ്ചായത്ത് ഇവിടെ സ്റ്റാൻഡ് വരുമെന്നുണ്ട്. അത് ഇതുവരെ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടില്ല. ഞങ്ങൾ പരാതി കൊടുത്തിട്ട് 8 മാസം കഴിഞ്ഞു. ആ പരാതി ഇന്ന് വരെ ഒരു പഞ്ചായത്ത് അധികാരികളും വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് സ്റ്റാൻഡ് കിട്ടിയേ പറ്റും. ഞങ്ങൾ സ്റ്റാൻഡ് കഴിയട്ടെ, അത്ര തന്നെ കാര്യം. സ്റ്റാൻഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതരും നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തത് റോഡ് പുറമ്പോക്ക് കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളെ സഹായിക്കാനാണെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആക്ഷേപം ഉന്നയിക്കുന്നു. നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണത്രേ ഓട്ടോറിക്ഷ തൊഴിലാളികൾ റോഡ് പുറമ്പോക്കിൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് കാൽനട യാത്രക്കാരാണ്. വരും ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി കൂടി ചർച്ച നടത്തി ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ അസൌകര്യങ്ങൾ പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാത്ത നിലയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ടൌണിൽ റോഡ് പുറമ്പോക്ക് കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യാപാരികൾ വെട്ടിലാകുന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.